പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് മനുവിനെ കുറിച്ചാണ്. ബ്രഹ്മാവിൻ്റെ ഒരു പകലായ കൽപ്പത്തിൽ 14 മനുക്കൾ ഉണ്ടാവുന്നു. പിന്നീടുള്ള കൽപ്പങ്ങളിലും അവർ തന്നെ ആവർത്തിച്ചു വരുന്നു. 71 മഹായുഗങ്ങളാണ് ഒരു മന്വന്തരം അഥവാ ഒരു മനുവിൻ്റെ കാലം. ഇപ്പോഴുള്ളത് വൈവസ്വത മന്വന്തരമാണ്. സ്വയംഭൂ, സ്വാരോചിഷ്, ഉത്തമൻ, താമസ്, രൈവതൻ, ചാക്ഷുസ്, വൈവസ്വതൻ, സാവർണി, ദക്ഷസാവർണി, ബ്രഹ്മസാവർണി, ധർമ്മസാവർണി, രുദ്രസാവർണി, രൗച്യദേവസാവർണി, ഇന്ദ്രസാവർണി എന്നിവരാണ് 14 മനുക്കൾ. അതായത് 14 മനുക്കളുടെ പേരുകളാണ് സൂചിപ്പിച്ചത്. വൈവസ്വത മനുവിൻ്റെ ഉത്ഭവം സൂര്യനിൽ നിന്നാണ്. ഇദ്ദേഹം മത്സ്യാവതാര സമയത്ത് ഒരു വലിയ കപ്പൽ നിർമ്മിച്ച് സപ്തർഷികളെയും എല്ലാ ജീവജാലങ്ങളുടെ ജോഡികളെയും പ്രളയത്തിൽ നിന്നു രക്ഷിച്ചു എന്ന് പുരാണത്തിൽ പറയുന്നു. മനുവിൻ്റെ മുഖ്യധർമ്മം മനുഷ്യവംശോൽപത്തിയും നിയമനിർമ്മാണവുമാണ്. കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ മനുഷ്യജീവിതം വികാസം പ്രാപിക്കുകയും മനുഷ്യൻ കുടുംബജീവിതമൊക്കെ നയിച്ചു തുടങ്ങിയപ്പോൾ മനുഷ്യന് നിയമങ്ങൾ ആവശ്യമായി വന്നു. അത്തരം നിയമങ്ങൾ നിർമ്മിച്ചവരാണ് മനു. അദ്ദേഹം പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്. മനുസ്മൃതിയിൽ 12 അധ്യായങ്ങളുണ്ട്. ഇവയിൽ ഉൽപ്പത്തി, വ്യക്തി നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, രാജ്യരാഷ്ട്ര നിയമങ്ങൾ, തപസ്, കർമ്മം, ജന്മം എന്നിവ വിവരിച്ചിരിക്കുന്നു. 10,000 വർഷം മുതൽ 2500 വർഷം വരെ പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ഗ്രന്ഥത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇന്നും ആദർശമായി കണക്കാക്കപ്പെടുന്നു. ധൃതിക്ഷമ ദശകം ധർമ്മലക്ഷണം എന്നാണ് ഇന്നും ധർമ്മത്തിൻ്റെ ഏറ്റവും ഉത്തമമായ വ്യാഖ്യാനം. ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള അന്തരം, ശ്രുതി അപൗരുഷേയവും മാറ്റമില്ലാത്തതുമാണ്. വേദങ്ങൾ, അതാണ് ശ്രുതികൾ, ഒരു കാലഘട്ടത്തിലും മാറാത്ത ശാശ്വതമായ മൂല്യങ്ങൾ. സ്മൃതി കാലാനുസൃതവും മഹർഷിമാൽ രചിതവുമാണ്. അതിനെ മാറ്റാനും മഹർഷിമാർക്ക് കഴിയും. 10,000 വർഷം മുമ്പ് ഇത്തരം ഉയർന്ന ചിന്താഗതികൾ ചിട്ടപ്പെടുത്തിയ മനുവാണ് ആദ്യത്തെ നിയമനിർമ്മാതാവ്. അതിനാലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ പാർലമെന്റ് ഭവനത്തിനു മുന്നിൽ സ്ഥാപിച്ചത്. അത് മലേഷ്യയിലാണെന്ന് മാത്രം. സങ്കല്പ മന്ത്രത്തിലും വൈവസ്വത മനു സ്മരിക്കപ്പെടുന്നു. ശ്വേതവരാഹ കൽപ്പേ വൈവസ്വത മന്വന്തരേ എന്ന ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട്. മനു ഭരണഘടനയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മനുസ്മൃതി ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മനുസ്മൃതിയിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ധാരാളം വിമർശനങ്ങൾ നമ്മൾ ദൈനംദിനം കേൾക്കുന്നതുമാണ്. മനുസ്മൃതിയാണ് കാലഘട്ടത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് ഉണ്ടാക്കപ്പെടുന്ന സാമൂഹ്യ ജീവിത രീതിക്ക് വേണ്ടിയുള്ള ഭരണഘടനയാണ് ഇതെന്ന് മനസ്സിലാക്കണം. ആ മനുവിനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.